ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ? അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമായിട്ടില്ലേ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവാനും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാനും ഒക്കെ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആകും കേട്ടോ. സോ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ആർക്കും എവിടെ ഇരുന്നിട്ടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് മാത്രം മതി. നമുക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ്. സോ അത് മിക്കവരുടെ കയ്യിലുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. മേക്കപ്പ് വാങ്ങാനും ക്യാമറ വാങ്ങാനും അതേപോലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം മേടിക്കാനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നവരുണ്ട്. പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് തീരെ റീച്ചില്ലാതെ ആവുകയും ഇവർ പിന്നീട് അത് നിർത്തി പോരുകയും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോലും അവർക്ക് തിരിച്ച് കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജസ്റ്റ് ഒരു ഫോൺ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് നമ്മുടെ ബാക്ക് ക്യാമറയിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. അതാണ് നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാടൊന്നും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടൻറ്റാണ് ഇടണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ തോന്നുന്നു മിക്ക സ്ത്രീകളും അല്ലെങ്കിൽ മിക്ക വുമൺസും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുക്കിംഗ് വീഡിയോയിലൂടെ തുടങ്ങുക. അത് എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങനെ തന്നെ. ഞാനൊക്കെ എല്ലാവരുടെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ താഴെ പോയിട്ട് അവരുടെ ഷോർട്സ് എടുത്ത് നോക്കുമ്പോൾ കുക്കിംഗ് വീഡിയോയിലാവും. സോ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടാണോ നന്നായി അവതരിപ്പിക്കാൻ അറിയുന്നത്, എന്ത് കണ്ടൻറ്റാണോ ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ ഒരു കാറ്റഗറി തിരഞ്ഞെടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മുടങ്ങാതെ തന്നെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക. മുടങ്ങാതെ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ പറ്റിയെന്നൊന്നും വരില്ല എല്ലാവർക്കും. അതായത് എല്ലാ ദിവസവും ലോങ് വീഡിയോ ഇടാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോയും ദിവസം ഷോർട്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും. ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇടണമെന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് വാച്ച് അവർ എന്നുള്ള ഒരു കാര്യം വേണം. അതിന് നമുക്ക് ലോങ് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും കൂടി ഒരുമിച്ച് നമുക്ക് കിട്ടും. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്നുള്ളതായിരിക്കും. ഹാഫ് മോണി ആവണമെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് 3000 വാച്ച് അവറും അല്ലെങ്കിൽ ഷോർട്സാ ചെയ്യണമെങ്കിൽ ഷോർട്സിന് 3 മില്യൺ വ്യൂസും വേണം. അതേപോലെ 500 സബ്സ്ക്രൈബേഴ്സും വേണം. ഹാഫ് മോണി എന്നാലാണ് നമുക്ക് ആയി കിട്ടുക. ഇനി അതല്ല, ഫുൾ മോണി ആണെങ്കിൽ 4000 വാച്ച് അവർ, ലോങ് വീഡിയോയ്ക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ ഇനിയിപ്പോൾ ഷോർട്സാ ചെയ്യണമെങ്കിൽ 10 മില്യൺ വ്യൂസും വേണം. അപ്പോൾ ഷോർട്സിന് ആകെ നമുക്ക് 90 ദിവസമാണ് കിട്ടത്തുള്ളൂ. ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷം ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ചാനൽ പിന്നെ ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മോണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസിനെല്ലാം ആഡ്സ് വരികയും അതിൽ നിന്ന് ഇൻകം വരാൻ തുടങ്ങുകയും ചെയ്യും. അതേപോലെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചാനൽ മോണി ആവണതിൻ്റെ മുൻപ് നിങ്ങൾ ഒരുപാട് കോപ്പിറൈറ്റ്സ് ഉള്ള വീഡിയോസും കോപ്പി സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോസൊന്നും നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മോണി ആയാൽ പോലും കോപ്പി സ്ട്രൈക്കൊക്കെ 3 തവണയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും. അതുകൊണ്ട് ആ കാര്യം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള വീഡിയോസ് തന്നെ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇതിൽ കൊടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക കേട്ടോ. നന്നായി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ സംസാരിക്കാനും പഠിക്കുക. അതേപോലെ നമ്മൾ ഒരുപാട് ബ്രേക്ക് എടുത്ത് പോവാതെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് നമ്മുടെ ചാനൽ നല്ലൊരു ഗ്രോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനൽ ഒട്ടും ഗ്രോ ഇല്ല, ഒട്ടും വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചാനൽ നിർത്തി പോകണമെന്ന് തോന്നും, സ്വാഭാവികം. സോ നിങ്ങൾ ഒട്ടും ബോറടിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായാലും നേടിയെടുക്കും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല തംബ്നെയിൽസ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ എല്ലാം കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
എന്നാലാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ഓഡിയൻസ് കണ്ടിട്ട് അവർ കുറച്ച് നേരമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെയും കുറേ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവാനും പെട്ടെന്ന് തന്നെ ചാനൽ മോണിംഗ് ആക്കി എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഫേസ് ഒന്നും കാണിക്കാതെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.